ലോക പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട പ്രതിഷേധം നടത്തി നീലേശ്വരത്തെ ജനകീയ സമരസമിതി. ബലൂണുകളിൽ വിത്തുകൾ നിറച്ച് ആകാശത്തേക്ക് പറത്തിയാണ് ഇവർ ഈ ദിവസം ആകാശപാതയ്ക്ക് വേണ്ടിയുള്ള സമരം വ്യത്യസ്തമാക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നീലേശ്വരത്തിന്റെ സമഗ്ര വികസനത്തിനും ഗതാഗത കുരുക്കിനുള്ള ശാശ്വത പരിഹാരത്തിനുമായി ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 75ാം ദിനവും ലോക പരിസ്ഥിതി ദിനവും മുൻനിർത്തിയാണ് നാടിന്റെ മുന്നേറ്റ ആവശ്യത്തോടൊപ്പം പ്രകൃതി സംരക്ഷണ സന്ദേശം കൂടി ചേർത്ത് ഈ ദിവസത്തെ പ്രതിഷേധം വേറിട്ടതാക്കിയത്. ഈ 75ാം ദിനത്തിന്റെയും പരിസ്ഥിതി ദിനത്തിന്റെയും പ്രതീകമായി 75 ബലൂണുകളിൽ വിത്തുകൾ നിറച്ച് ആകാശത്തേക്ക് പറത്തിക്കൊണ്ടാണ് ഇവർ ഈ ദിവസം തങ്ങളുടെ ആവശ്യം അധികാരികളെ അറിയിച്ചത്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ KN കീപ്പേരി പ്രതീകാത്മക പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. 75 ദിവസം ആദ്യം തുടങ്ങിയ അന്നു മുതൽ തുടങ്ങിയ ആവേശവും നിലനിർത്തിക്കൊണ്ട് പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് ഈ സമരം സമര വളണ്ടിയർമാരെ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നീലേശ്വരത്തിന്റെ ഹൃദയഭാഗത്തെ ഗതാഗത കുരുക്കഴിക്കാൻ ആകാശപാത അനിവാര്യമാണെന്നും ജനങ്ങളുടെ ന്യായമായ ഈ ആവശ്യത്തോട് അധികൃതർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ KN കീപ്പേരി നാടിന്റെ വികസനം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഭാവി തലമുറയ്ക്കായി പ്രകൃതിയെ കരുതി വെക്കേണ്ടതുണ്ടെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തി. കർമ്മസമിതി ചെയർമാൻ ശ്രീനാഥ് ശശി സമര സാഹചര്യം വിശദീകരിച്ചു. ചടങ്ങിൽ ഡോക്ടർ സുരേന്ദ്രനാഥ് അധ്യക്ഷനായി. രക്ഷാധികാരി രാജു രാമൂട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ D രാജൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ ജിഷ വിജയൻ, KN ഗോപാലകൃഷ്ണൻ, ശ്രീധരൻ നമ്പ്യാർ, CM രാജു, രാമരം സലാം ഹാജി, വിജയൻ മാഷ്, മഹമ്മൂദ് കോട്ടായി, ഡോക്ടർ അനു മനോജ് എന്നിവർ സംസാരിച്ചു. പത്മരാജൻ ഐങ്ങോത്ത് നന്ദി പറഞ്ഞു. ഭൂമിയും പ്രകൃതിയും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി നിരവധി പേരാണ് കനത്ത മഴയെ അവഗണിച്ചും പ്രതിഷേധത്തിൽ പങ്കാളികളായത്. സമരവേദിയിൽ നിന്നും ആകാശത്തേക്ക് പറന്നുയർന്ന വിത്ത് ബലൂണുകൾ നീലേശ്വരത്തിന്റെ വികസന സ്വപ്നങ്ങളുടെയും അധികാരികളുടെ നിഷ്ക്രിയത്വത്തിനെതിരെയുള്ള ശക്തമായ ജനകീയ പ്രതിരോധത്തിന്റെയും അടയാളങ്ങളായി മാറി. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.